ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് 14-ാമത്തെ നോമ്പിൻ്റെ വിശേഷം കാണാം. എന്തിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് ഞാൻ നല്ല ദോശ ഉണ്ടാക്കാൻ ആട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി പഴം വേവിച്ചു. അതിൽ കുറച്ച് ബ്രെഡിൻ്റെ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എന്താണെന്നറിയോ, പഴം മാത്രം ഉന്നക്കായയിൽ വെറും പഴം മാത്രമേ ആഡ് ചെയ്യുള്ളൂ. പഴം വേവിച്ചിട്ടാണ് അത് റെഡിയാക്കുന്നത്. പക്ഷേ എൻ്റെ മക്കളെ എനിക്കത് ഉരുട്ടാൻ കിട്ടില്ലടോ. പിന്നെ എന്താ ഇപ്പോൾ കാട്ടുക? അപ്പോൾ പിന്നെ ഒരു ഐഡിയ കണ്ടതാണ് നമ്മുടെ ബ്രെഡിൻ്റെ പൊടി. അത് കുറച്ചങ്ങോട്ട് ഇട്ടാൽ നമുക്ക് കറക്റ്റായിട്ടത് റൗണ്ടാക്കിയിട്ട് ഉള്ളിൽ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കടലക്കറി അത് റെഡിയാക്കി. പിന്നെ ഇതാ തണ്ണിമത്തൻ പാലൊക്കെ വെച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പഴം ഷേക്ക് ഉണ്ടാക്കുക. പഴം പാല്, ബൂസ്റ്റ്, പഞ്ചസാര എല്ലാം ഇട്ട് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീമൊക്കെ ഒഴിക്കും. പിന്നെ തണ്ണിമത്തനൊക്കെ മുറിച്ച് വെച്ചു. പിന്നെ അപ്പോൾ ആയപ്പോഴേക്കും നമ്മുടെ ഉന്നക്കായ്ക്കുള്ള ഐറ്റംസുകൾ റെഡിയാക്കി വെച്ചു. പഴം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നമ്മുടെ കൈപ്പൊടിയായ കുറച്ച് നമ്മുടെ ബ്രെഡ് പൊടിയൊക്കെ ഇട്ട് അത് സെറ്റായി കുഴച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും നെയ്യിൽ വാട്ടി കുറച്ച് ബദാമിൻ്റെ പൊടിച്ച പൊടി ഉണ്ടായിരുന്നു ഷേക്കിലിടുന്നത്, അതൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് അതും അവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ അത്. കാരണം ഉന്നക്കായ ഉണ്ടാക്കുക പറഞ്ഞാൽ ശരിക്കും പഴം മാത്രമേ പാടുള്ളൂ. ഇതിൽ പഴം മാത്രമല്ല. അപ്പോഴേക്കും നമ്മുടെ കടലക്കറി അവിടെ തിളച്ച് നല്ല കുളകുളകളായിട്ട് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ കിടന്ന് നമുക്ക് തിളക്കട്ടേന്ന്. അപ്പോഴേക്കും നമുക്ക് അടുത്ത പണി നോക്കാമല്ലോ. നമുക്ക് വെറുതെ നിൽക്കാനുള്ള സമയമില്ലല്ലോ. ചടപടാന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തണം. കാരണം വാങ്ങിയതാ പറയുമ്പോഴേക്കും കൊടുക്കും. കൊടുക്കാൻ അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് കൊടുക്കും. ഇന്ന് പിന്നെ പിക്കാക്ക് തൊട്ടടുത്താണ് പണി. പക്ഷേ പണി രാവിലെ തുടങ്ങാൻ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്ക വരാനും നല്ല വൈകും. വന്ന് നോമ്പ് തുറന്നിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. വെള്ളമൊക്കെ കുടിച്ച് എണ്ണക്കടിയൊക്കെ കഴിച്ചിട്ട് പോവുക. പിന്നെ പണി ഫുള്ള് തീർത്ത് വന്നിട്ട് ചെയ്യുക, കഴിക്കുക, നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഫോൺ വിളിച്ചിട്ട്. അപ്പോൾ ശരി പറഞ്ഞു. എന്നാലും എനിക്ക് കൊടുക്കുമ്പോഴേക്കും എല്ലാം ആയി കിട്ടണ്ടേ. കാരണം അത് കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ വയ്ക്കില്ല. കൊടുക്കുമ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കി വയ്ക്കും, ചോറും കറിയും എല്ലാതും. കാരണം നിസ്കാരം കഴിഞ്ഞ് കഴിക്കൽ കഴിഞ്ഞാൽ ഒന്നിനും വയ്ക്കില്ല. പിന്നെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ഒരൊറ്റ കടത്തം അങ്ങോട്ട് കിടക്കുമ്പോൾ അള്ളാ പടച്ചോനെ കാരണം കൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ഫുഡിൻ്റെ പരിപാടി നടക്കില്ല. അപ്പോൾ പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചു. നമ്മുടെ ഉന്നക്കായ്ക്ക് അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ പഴം ബ്രെഡൊക്കെ റെഡിയാക്കി. അതിന് എടുത്തില്ല കേട്ടോ. ബ്രെഡിൻ്റെ പൊടിയിട്ട് കുഴച്ചിട്ട് ഉന്നക്കായ്ക്ക് സെറ്റാക്കിയിട്ട് അത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ അതും കൂടി ആയാൽ പിന്നെ ഇപ്പോൾ എന്താ പരിപാടി, ദോശ ചുട്ടെടുക്കണം. പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. ദോശയും കൂടി ഉണ്ടാക്കിയാൽ നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി. പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ പള്ളിയിൽ പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഇറച്ചി മേടിക്കാനുണ്ട്. അങ്ങനെ പോട്ടെ, കുറച്ചൊക്കെ അങ്ങനെ പോട്ടെ. മുട്ടയൊക്കെ ഉണ്ടല്ലോ, നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ. എന്നിപ്പോൾ എന്താ ഇറച്ചി വേണമെന്നല്ലേ. മുട്ടയും കഴിക്കട്ടെ. പിന്നെ അതൊക്കെ എണ്ണയിൽ ചടപടാ വേണ്ടി പൊരിച്ചെടുക്കുകയാണ്. കാരണം കൊടുക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. 6:20 ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ പൊരിച്ചെടുത്തു. പിന്നെ എല്ലാം റെഡിയാക്കി ഒക്കെ ടേബിളിന് മേലെ കൊണ്ടുപോയി വെച്ചു കേട്ടോ. സ്നാക്സ് ഉണ്ണിക്കായും എല്ലാം കൊണ്ടുപോയി വെച്ചു. ഒക്കെ വന്ന് നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.